കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. കോമഡി ഉണ്ട്, എൻ്റർടൈനറാണ്, കണ്ടിരിക്കാം. അതെ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നു. കോമഡി കൊള്ളാം, കോമഡി അതും കൊള്ളാം. നല്ല നല്ല കോമഡി ഉണ്ട്, പിന്നെ അതിൽ എന്തുണ്ട് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ട് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പ്രത്യേകിച്ച് ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്. കൊള്ളാം, ഉദ്ദേശിച്ചത്രയും കോമഡി അത്ര വലിയ ഫലവത്തായ കോമഡി എന്നൊന്നും പറയാൻ പറ്റില്ല, ആവറേജ് ആണ്. ദിലീപിൻ്റെ പണ്ടത്തെ ഒരു പ്രസരിപ്പിൻ്റെ ഒരു നമുക്കത് കിട്ടിയിട്ടില്ല. പണ്ട് സിനിമയൊക്കെ ദിലീപിൻ്റെ ഒരുപാട് കണ്ടേക്കണതാണ്. പക്ഷെ വീണ്ടും വന്നതനുസരിച്ച് നോക്കുമ്പോൾ അന്ന് ആ പുള്ളിയുടെ മുഴുവൻ ആ എഫേർട്ട് ഇത് എന്താണ് കഴിവും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും തിരക്കേടില്ല, കണ്ടിട്ടില്ല. ഇല്ല കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അത്യാവശ്യം ചിരിക്കാണ്ട്, അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയായി. ദിലീപിന്റെ തിരിച്ചുവരവ് എന്തായാലും ഒരു പോസിറ്റീവ് അപ്രോച്ച് തന്നെയാണ്. രാജ്യത്തിന് ഇന്ത്യയുടെ നല്ല രീതിയിൽ കോമഡി തന്നെയാണോ? കോമഡി ദിലീപിന്റെ തിരിച്ചുവരവാണ് മലയാളത്തിലെ നല്ല പടം. ഒരു ഗ്യാപ്പിന് ശേഷം വന്ന ഒരു പടം, ഒരു ഗ്യാപ്പിന് ശേഷം വന്ന പടം നന്നായിരിക്കുന്നു. ദിലീപിന്റെ തിരിച്ചുവരവാണ്. കേരളത്തിലെ ദിലീപ്, മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ് ഇങ്ങനെയുള്ളവർ നല്ല പടങ്ങളെടുത്ത് വന്നാൽ ഫാമിലി കയറും. ഫാമിലി കയറിയ പടം വിജയിക്കും. സിനിമ എന്നൊക്കെ പറയണമെന്നുണ്ട്, അത്ര പോരാ. കോമഡി എൻജോയ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, പടം കുഴപ്പമില്ല. പക്ഷേ റാഫിയുടെ മുൻ പടങ്ങൾ ദിലീപ് കോംബോ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ കോമഡി ഇല്ല, കൂടുതൽ സ്റ്റോറിയാണ്. ഓരോരുത്തർ ഇങ്ങനെ കണക്ട് ആയിട്ടൊക്കെ ഒന്ന് ചേർത്തൊരു സംഭവം. കുഴപ്പമില്ല, വൺ ടൈം കാണാം. ആവറേജ് ആണ്. ജോർജുവിൻ്റെ അഭിനയം കൊള്ളാം, ദിലീപ് കുഴപ്പമില്ല. ദിലീപിന്റെ ഒരു തിരിച്ചുവരവായിട്ട് എടുക്കാൻ പറ്റുമോ? 3 വർഷം ഗ്യാപ്പിന് ശേഷം തിയേറ്ററിലോട്ട്? കുഴപ്പമില്ല, പക്ഷെ ഒരു ആവറേജ് ഫിലിമാണ്.